ഇപ്പോഴത്തെ യുവതലമുറ ലഹരിക്ക് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ലഹരിയുടെ പുറകെ പോകുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നവർ എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറയുടെ ശബ്ദത്തിന് ചെവി കൊടുക്കാത്തത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇതിവിടെ പറയുവാനുള്ള കാരണം ഏറെ പ്രസക്തമാണ്. ഒരു യുവതലമുറയുടെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ഭരണാധികാരികൾ വിസമ്മതിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്നതായ ഏറ്റവും വലിയ നരവേട്ട എന്ന് തന്നെ പറയുവാൻ സാധിക്കും. മികച്ച ഭാവിയെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ലഹരിയിൽ നിന്ന് അകറ്റുവാനും വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ പ്രേരിപ്പിക്കുന്നതും. എന്നാൽ മികവുറ്റ വിദ്യാഭ്യാസം തങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരോടൊന്ന് സംസാരിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും മനസ്സില്ലാതെ ചെവിയും കണ്ണും കൊട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ എല്ലാ പ്രതിഷേധങ്ങളും. പ്രിയമുള്ളവരെ, അധികാരത്തിൻ്റെ ആ ചാട്ടവാറ് കൊണ്ട് ഒരു യുവതലമുറയെ അടിച്ചമർത്താമെന്ന് ഏത് ഭരണാധികാരികൾ വിചാരിച്ചാലും, രാഷ്ട്രീയമല്ല, ഏത് ഭരണാധികാരികൾ വിചാരിച്ചാലും അതൊരിക്കലും വിജയിച്ചിട്ടില്ല എന്ന് ലോകത്തിന്റെ ചരിത്രം എല്ലാ ഭരണാധികാരികൾക്കും നൽകുന്ന കൃത്യമായ ഒരു പാഠമാണ്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ലഹരിയിൽ മുങ്ങി പുതുതലമുറയുടെ ഭാവിയിൽ കരിനിഴൽ വീഴ്ചവർക്ക് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉപദേശിക്കുവാൻ യാതൊരു വിധമായ അധികാരാവകാശങ്ങളുമില്ല. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും വിദ്യാഭ്യാസ മേഖലയിലെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളുടെയും പേരിൽ, യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുവാനുകൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.